ഗൈസ് ഞാൻ ഇന്നെൻ്റെ ഓർമ്മച്ചപ്പുകൾ കാണിച്ചു തന്നാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ബുക്ക് കാണിച്ചു തരാം. അതിൽ ഞങ്ങളുടെ 5 ഫ്രണ്ട്സ് ഉണ്ട്. ആര്യഭദ്ര, എലിസബത്ത്, ഋതു, ഹരിണി, പിന്നെ ഞാൻ. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ 5 ടീമിൻ്റെ പേര് നാളൊന്നുമില്ല കേട്ടോ. പേര്, വയസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വയസ്സ് ഉണ്ടായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. നോക്കാം ബാ, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ബുക്ക്. ഒരു മിനി ബുക്കല്ലേ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. ബട്ട് എവിടെ നിന്ന് കിട്ടാം, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാണ്. ബാക്ക് വാഷ് ഇതും ഫ്രണ്ട് വാഷും ഇതാണ്. ബാക്ക് വശത്ത് അല്ല, മുമ്പ് വശത്ത് പെണ്ണുണ്ട്. ബാക്ക് വശത്ത് പെണ്ണിനെ കാണാൻ എൻ്റെ കൈ മാത്രമുണ്ട്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ അതൊന്നും നോക്കാൻ വന്നല്ലോ. ആദ്യം തന്നെ എൻ്റെ പേരാണ് ഗൈസ്. പേര് കാണാൻ പറ്റുന്നുണ്ടോ? അവന്തിക അനിൽ കുമാർ. പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരാണിത്. എൻ്റെ ഫസ്റ്റ് തന്നെ ഉണ്ട് അവന്തിക. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് അവന്തിക. ഇംഗ്ലീഷിലും മലയാളം. ആര്യഭദ്ര, എലിസബത്ത്, ഋതു, ഹരണി. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, അയ്യോ അതിന് മുമ്പ് ഒരു സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. സോറി, ഞാനത് കാട്ടാൻ പറ്റും. ഇവിടെ ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇവിടെ എന്തെങ്കിലും എഴുതിയില്ല. ഇത് എൻ്റെ 2015 ഡിസംബർ 8. ഇത് ആര്യഭദ്രയുടെ 2015 അല്ല, ഡിസംബർ 9 അവളുടെ. പിന്നുള്ളത് 2015 നവംബർ 3, അത് എലിസബത്തിൻ്റെ. പിന്നെ 2015 സെപ്റ്റംബർ 21, അത് ഋതുവിൻ്റെ. 2016 മാർച്ച് 4. എല്ലാ ഇളയതാണ് ഹരിണിയുടെയാണ് ഈ ലാസ്റ്റത്തെ. ഓക്കെ, ഇനി അടുത്തത് ഞങ്ങളുടെ കളറാണ് ഇഷ്ടമുള്ള പർപ്പിൾ പിങ്ക്. എൻ്റെ പർപ്പിൾ റെഡ് ആര്യഭദ്രയുടെ. നോക്കട്ടോ, ഞാൻ കയറി ആയിക്കട്ടെ. ഞാൻ ഇരിക്കുന്നത് എൻ്റെ ഓർമ്മച്ചപ്പിൻ്റെ മുകളിലാണ്. പർപ്പിൾ വൈറ്റ് എലിസബത്തിൻ്റെ, പർപ്പിൾ റെഡ് ഋതുവിൻ്റെ, ബ്ലാക്കും വൈറ്റും ഹരണിയുടെ. അടുത്തയിലേക്ക് പോവാം. അടുത്തതിൽ ഇപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഉണ്ട്, അത് ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സാണ്. നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇത് എൻ്റെ ഫോൺ നമ്പറാണ്. അവന്തിക. ഇത് ആര്യഭദ്ര, എലിസബത്ത്, ഋതുവിൻ്റെ, ഇത് ഹരണിയുടെ. പിന്നെ ഉള്ള എല്ലാവരുടെയും വീട്ടുപേരാണ്. എൻ്റെ വീട്ടുപേര് അക്കര. ആര്യഭദ്രയുടെ കപ്പറേക്കാടൻ, എലിസബത്തിൻ്റെ കിടങ്ങേൻ, ഋതുവിൻ്റെ അമ്പാടൻ, അങ്ങനെ ഉണ്ട്. പിന്നെ ഹരണിയുടെ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ എഴുതാറ്, കാരണം അവിടെ ഞങ്ങളെക്കാൾ ഇളയതാണല്ലോ. അതുകൊണ്ട് വടക്കും ഭാഗം ഹരണിയുടെ. അതെ, ഒന്നുമില്ല. പിന്നെ ഇവിടെ ഹൗസിന് എഴുതാണല്ലോ. അക്കര ഹൗസ്, കപ്പറേക്കാടൻ ഹൗസ്, കിടങ്ങേൻ ഹൗസ്, അമ്പാടൻ ഹൗസ്, വടക്കുംഭാഗം ഹൗസ്, അങ്ങനെ. ഇവിടെ ഞങ്ങളുടെയൊക്കെ വയസ്സ്. അവന്തിക ഏജ് 10. ഇവിടെ 11 ഇട്ടിട്ടുണ്ട്, കാരണം 10 കഴിഞ്ഞാൽ 11 അതാണ്. ആര്യഭദ്ര 10, എലിസബത്ത് 10, ഋതു 10, ഹരണി 9. ഇപ്പം ഹരണിക്ക് 9 വയസ്സുള്ളൂ. ഇനിയിപ്പോൾ 10 ആകുമ്പോൾ, അതുകൊണ്ട് ഇവിടെ 10 എഴുതി. ഇത് ഞാൻ വരച്ചൊരു കുട്ടി ഡ്രോയിങ്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ മരം വരയ്ക്കാൻ പാടില്ല, പക്ഷേ ഞാൻ വരച്ചു. എന്താണ് കാണാൻ പറ്റത്തേ? ഓക്കെ, കണ്ടോ? കാണാൻ പറ്റും. ക്ലാരിറ്റി ഇല്ല ഗൈസ്, ക്ലാരിറ്റി ഇല്ല. ഓഹോ, ഇതൊരു ഫ്ലാഷ് ലൈറ്റ് കണ്ടോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, കണ്ടല്ലോ. ഇത് ഞാൻ വരച്ച ഫ്ലവേഴ്സാണ്, മൈ ഫ്ലവേഴ്സ്. കണ്ടോ? ഇത് ആര്യഭദ്ര വരച്ചത്. ഇത് ആര്യഭദ്ര ഉണ്ടാക്കിയൊരു പുതിയ കഥയാണ് ഗൈസ്. ഒരു ദിവസം ആകുമ്പോൾ ഇതിങ്ങനെ
2 ദിവസമാകുമ്പോൾ ഇങ്ങനെ, അതായത് ഇവിടെ മുട്ട വരും ഒരു ദിവസം ആകുമ്പോൾ, 2 ദിവസമാകുമ്പോൾ കാണാൻ പറ്റുള്ളതുകൊണ്ടാണ്. എന്നാലും ഓണാക്കാം 2 ദിവസമാകുമ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ അല്ലിയൊക്കെ വരും കണ്ടാ. 3-ാമത്തെ ദിവസം എല്ലാം കൊഴിഞ്ഞു. 4-ാമത്തെ ദിവസം ആ വട്ടമല്ലേ, ഇതിൻ്റെ വട്ടം ആ വട്ടം മാത്രമായിരിക്കും ഇത് കണ്ട. അത് ഇവിടെ വെച്ച് ഇനി കാണാമില്ല കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് നീക്കി ഇങ്ങനെ കൊണ്ടുപോകണം. പിന്നെ ഇത് മൈ സ്പെഷ്യൽ ഡ്രോയിങ് എന്നും പറഞ്ഞിട്ട് വരച്ചതാണ്. എന്താണ് വരച്ചത് എനിക്കിനൊരു ബോധമില്ല കേട്ടോ. പിന്നെ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കാൻ കാണാൻ പറ്റില്ല. ഇത് മൈ ഫ്രണ്ട്സ് എന്നത് കണ്ട, മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് മറ്റൂർ. ഇവിടെ മറ്റൂരിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ്. ആദ്യത്തേത് തന്നെ ശ്രീനന്ദ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ശ്രേയ, അപ്പുണ്ണി, ദക്ഷൻ, ദാനു, ധനഞ്ജു, ആദി, അഭിനവ്, പിന്നെ അർണവ്, അനർക്യ. ദീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ അങ്ങോട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഏജൊക്കെ എഴുതിയിട്ടുണ്ടായി, അത് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. സോറി, ഞാനൊക്കെ മറന്നു. ഇത് ആര്യഭദ്ര വരച്ചൊരു കുട്ടി ഡ്രോയിങ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കട്ടെ. കണ്ടില്ലേ എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് ഞാൻ വരച്ചത് ഇവിടെ ഒരു ഇലീഷൻ ആർട്ട് വരച്ചതാണ്. വരയ്ക്കുന്നുണ്ടതാ, ആര്യ ചേച്ചിയാണെന്ന് തോന്നുന്നു. ആര്യ ചേച്ചി വരയ്ക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ആരോ വരയ്ക്കണം കണ്ടിട്ടാണ്. ഓക്കെ, ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കണില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കേട്ടോ, ശ്രേയ. ഞാൻ പറഞ്ഞില്ല, അവിടെ വായിച്ചിട്ടുണ്ടായി ബെസ്റ്റ് ഫ്രണ്ട്സിൽ കണ്ടോ. അവൾ നല്ല ചേച്ചിയാണ്, എന്നെക്കാളും ഭയങ്കര മൂത്തതാണ് കേട്ടോ. 1-2 വയസ്സിനല്ല, 3 വയസ്സിന് 4 വയസ്സിന് ഞങ്ങൾ മൂത്താണ്. ഇവിടെ റോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് തുന്നണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി നിറച്ചിട്ടുണ്ടാവും. ഞാൻ വീർത്തില്ല, പഞ്ഞി നിറച്ചിട്ടുണ്ട്. എന്താണെന്ന് ഉള്ളത് കണ്ടില്ല, ഞാൻ വീർത്തില്ല. ഓക്കെ, അടുത്തേക്ക് പോകാം. ഇതെനിക്ക് ഹരണി തന്ന 2 ക്ലിപ്സ് ആണോ കണ്ടോ. ക്ലിപ്പ് മറ്റേ പോലെ കുത്തുന്ന ക്ലിപ്പ്. ഞാൻ ഇതിലോട്ടിൽ യൂസ് ചെയ്തിട്ടില്ല. ഇനി ചിലപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ യൂസ് ചെയ്തിരിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ. ഇനി ഞങ്ങളുടെ KPMS നിന്ന് ടൂർ പോകുമ്പോൾ ഹരണി ഞങ്ങളുടെ KPMS ആണ്. അപ്പോൾ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, നീ തന്ന ക്ലിപ്പാണ്, ഞാൻ ഇത് കുത്തിയേക്കാണെന്നൊക്കെ പറഞ്ഞോളൂ. ഓക്കെ, അടുത്തേക്ക്. ഇതെനിക്ക് ഇവിടെയുള്ള ഒരു ചേച്ചി തന്നതാണ്, ശ്രീനന്ദാന്ന് പറയുന്നത്. ഇതിൻ്റെ മണം പൊളി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. സ്പ്രേ ചെയ്യുന്നത് കേട്ടോ, കുളിച്ചുണ്ട് തലയിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ഊരാൻ പറ്റിട്ടോ. അടുത്തത് പറയുന്നത് ഇത് ക്ലിപ്പാണ്, പൊട്ടിപ്പോയി. ബാക്കി ഒരു ഭാഗം ബാഗിൽ കിടക്കണം തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇത് പൊട്ടിപ്പോയി. പക്ഷേ പൊട്ടിയാലും ഇത് എനിക്ക് എലിസബത്ത് തന്നതാണ്. പൊട്ടിയാലും കുഴപ്പമില്ല എന്ന് വെച്ച് ഞാൻ ഓർമ്മിക്കായിട്ട് വെച്ചേക്കുന്നത്. എലിസബത്തിൻ്റെത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, സോറി. ഇനിയുണ്ട് എലിസബത്തിൻ്റെതായിട്ട്. ഇതൊരു കവറാണ്. ഇത് ഞങ്ങൾ സ്കൂളിൽ നിന്നെടുത്തതാണ്. സ്കൂളിൽ പാർക്ക് പണിതുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇത് ഹരണി തന്നത് എനിക്ക് കവായ് സ്റ്റിക്കർ. അതും ക്യാപ്പബാറ. എനിക്കൊരു വലിയ ഷീറ്റ് ഏകദേശം ചെറുത് ഷീറ്റ് എലിസബത്ത് തന്നു. പൊളി കേട്ടോ, അവളുടെ ഷീറ്റ് ഉണ്ടായി, അത് എനിക്ക് തന്നതാണ്. ഇതെനിക്ക് എലിസബത്ത് തന്നെ തന്നത്. ഒരു മഷ്റൂമിൻ്റെ നല്ല ക്യൂട്ടായിട്ടില്ല, ഞാൻ എത്രയിട്ട് യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ എലിസബത്തിൻ്റെ ഓർമ്മകളാട്ടോ. പകുതിയോളം ആര്യഭദ്രയുടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാനൊക്കെ ഇതിട്ടത് ഇതിലാട്ടോ. ഇതെനിക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് എടുത്തത്. അപ്പോൾ സ്കൂളിൻ്റെ കൂടി ഓർമ്മയാവുമല്ലോ. ടീച്ചേഴ്സൊക്കെ കണ്ടു, പക്ഷെ വഴക്ക് പറഞ്ഞു. ഞങ്ങളപ്പോഴേക്കും 2-3 എടുത്തുകൊണ്ട് ഓടി. അതുകൊണ്ട് പിന്നെ കാണാൻ സാധ്യത ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കണ്ടില്ല. പിന്നെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 എടുത്തു. ഞാനും ഹരണിയും എലിസബത്തും ഋതു ഒക്കെ എടുത്തു. എല്ലാവരും എടുത്തിട്ടുണ്ട് 2-3. പക്ഷെ ഇപ്പോഴും ഉണ്ടാവും എനിക്കറിയാമല്ല. എനിക്ക് എന്തായാലും KPMSൻ്റെ ടൂറിന് സാധനം എടുത്തുകൊണ്ട് പോകണം കേട്ടോ. ഇട്ടുകൊണ്ട് പോകണമെന്ന് എവിടെ ഇട്ടുകൊണ്ട് പോകാനോ, കുത്തിക്കൊണ്ട് പോകണം കേട്ടോ. ഞാൻ ഇതൊക്കെ ഇതിൽ കുത്തിക്കയറ്റുക ആണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. സത്യമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ബൈ. ടാറ്റാ. അപ്പം ലൈക്കും
സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.